പറഞ്ഞു. ഇടിക്കുള. അവൻ കൊല്ലപ്പെട്ട രാത്രിയിൽ ഞാൻ അവിടെ പോയിരുന്നു. അവനെ കൊല്ലാൻ തന്നെ. പക്ഷേ എന്റെ കയ്യിൽ കിട്ടിയില്ല. സത്യത്തിൽ ഞാൻ അവനെ കൊന്നിട്ടില്ല സർ. അത് തെളിയിക്കാനാണല്ലോ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഞാൻ പറയാം സർ. അന്ന് നടന്ന എല്ലാം പറയാം സർ. I can't believe it. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സൈമൺ ഇടിക്കലൂടെ മരണം നടന്നിരിക്കുന്നത് രാത്രി 9:45-നും 10:45-നും ഇടയ്ക്കാണ്. ജീവൻ മതിൽ ചാടി ആ വീടിനകത്തെത്തിയതും ഓൾമോസ്റ്റ് സെയിം ടൈമാണ്. 9:30-ക്ക് മതിൽ ചാടിയ ഒരാള് വീടിനകത്തെത്തി വെടിവെക്കാൻ എടുക്കുന്ന ടൈമും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ടൈമും മാച്ചിങ് ആണ്. ക്ലോസ് റേഞ്ചിലുള്ള ഷോട്ട് കണ്ടാണ് മരണപ്പെട്ടതെന്ന് സ്പെസിഫിക് ആയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മതിൽ ചാടിയ സമയത്ത് ജീവയുടെ കയ്യിൽ ഗണ്ണും ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലോഡഡ്. വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനൊന്നുമല്ല ഇയാൾ ജയിലിൽ ചാടി വീട്ടിലെത്തിയത്. ദാറ്റ് ഐ ആം ഷുവർ. സർ, എനിക്കിത് അവൻ്റെ ഒരു ഡ്രാമയായിട്ടാണ് തോന്നുന്നത്. കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോയാൽ പിന്നെ ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആണെന്നുള്ളൊരു ബോധ്യം വന്നപ്പോൾ നമ്മളേക്ക് ഒന്ന് ചുറ്റിക്കാന്ന് വിചാരിച്ചു കാണും. സർ, എനിക്കും അതാണ് തോന്നുന്നത്. പെട്ടെന്നുള്ള ഇമോഷണലിൽ ക്രൈം ചെയ്തതായിട്ട് എനിക്കും തോന്നുന്നു സർ. ഇമോഷണൽ ടെൻഡൻസിയുടെ പുറത്ത് ഒരു ക്രൈം ചെയ്യുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് വറീഡായപ്പോൾ ഞാൻ ഇന്നസെൻ്റ് ആണെന്നൊരു വേഷം കിട്ടലും. ബട്ട് സർ, ജീവിയുടെ അനിയത്തിയുടെ ജീവിതം നശിപ്പിച്ചത് ഇടുക്കുളയാണ്. അങ്ങനെയുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടി ജയിൽ ചാടിയ അയാൾ വെറുതെ കള്ളം പറയുമോ? ശരിക്കും ഒരു കള്ള കേസിലാണ് ജീവിയെ കുടുക്കിയത്. അപ്പോൾ ആ ഇടുക്കുളയെ അങ്ങനെയങ്ങ് വെറുതെ വിടാൻ അയാൾക്ക് പറ്റുമോ? ദാറ്റ്സ് ദ പോയിന്റ്. ഈ ഇടികുള റിട്ടയർമെന്റ് കാത്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഈസ് എ ബിഗ് ഫിഷ്. നെത്തോലി ഒരു ചെറിയ മീനല്ല അല്ലേ സാർ? നോട്ട് അറ്റ് ഓൾ. ഒന്നല്ലെങ്കിൽ അയാൾ നമ്മളെ മൊത്തമായിട്ട് ഫൂളാക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ആ സ്പേസിലേക്ക് മറ്റൊരു കില്ലറെ കൊണ്ടുവരാൻ നോക്കുക. അന്ന് ആ മഴ പെയ്തുകൊണ്ടാണ് ആ CCTV വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ മൊത്തം കോളോയി. ഇനി അതിലെന്തെങ്കിലും പ്ലേ കാണുമോ സർ? ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. എന്നാൽ അങ്ങനെയൊരു കില്ലർ അത് പ്രാക്ടിക്കലാണോ സാർ? ഒരു വിറ്റ്നസ്സും ഇല്ലാത്ത ഏരിയയിൽ രാത്രി ഇടിയും മിന്നലും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ക്ലോസ് റേഞ്ചിലുള്ള ഒരു ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കില്ലറിന് ഇറ്റ്സ് ഈസി. ദാറ്റ്സ് പ്രാക്ടിക്കൽ മാൻ. സോറി സാർ. ഹൂ ഈസ് ദ കില്ലർ? നമുക്ക് കണ്ടുപിടിക്കാം. SP സർ, ആ ജീവിയുടെ അറസ്റ്റ് അത് നിങ്ങളുടെ പോലീസ് ലൈഫിൽ പറ്റിയൊരു ബിഗ് മിസ്റ്റേക്കാണ്. ഐ ആം നോട്ട് ജോക്കിംഗ്. പക്ഷേ ആ മിസ്റ്റേക്കിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. എ സിമ്പിൾ സൊല്യൂഷൻ. മൈ അറസ്റ്റ്. ഞെട്ടിയല്ലേ? യെസ്, ഐ ആം ദ കൾപ്രിറ്റ് ദാറ്റ് യു ആർ ലുക്കിംഗ്. ഞാനാ കൊന്ന് ആ ഇടിക്കുളെ ഫാസ്റ്റർ. ഒറ്റ വെടിക്ക് ഞാൻ അവനെ ഫിനിഷ് ചെയ്തു. നിങ്ങൾക്ക് ശരിക്കുള്ള കൊലപാതകയെ വേണമെങ്കിൽ വാ, എൻ്റെ വീട്ടിലേക്ക് വാ. മൈ ഡോർസ് ആർ ഓൾവേസ് ഓപ്പൺ ഫോർ യു.
റോസമ്മേ, ദാ ഒരു പോലീസ് വണ്ടി വന്ന്. പോലീസ് വണ്ടി. വേഗം ചെല്ലി. എന്താന്ന് നോക്ക്. ഓടിപ്പോ. അവനിങ്ങെടുത്തുണ്ടോ? എന്താ സാറേ? നിങ്ങളുടെ മോനെ കൊണ്ട് ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. അത് കഴിയുമ്പോൾ വിട്ടേക്കാം. അയ്യോ എന്റെ പൊന്ന് സാറേ, അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവനെ കൊണ്ടുപോവല്ലേ സാറേ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കർത്താവാണ്. അതുമല്ല സാറേ, അവനൊരു രോഗിയും കൂടിയാ. അവന്റെ രോഗമൊക്കെ ഞങ്ങൾ മാറ്റിക്കൊടുത്തോളാം. അയ്യോ മോനെ, റോസമ്മേ, നിന്റെ മോൻ വല്ല കുരുത്തക്കെടും കാണിച്ച. നീ പോടി മൂദേവി. നീ പോടി പുല്ലേ. രണ്ടും വായടക്കോ. നിങ്ങൾ മെനക്കേരുണ്ടാക്കാതെ ഇങ്ങോട്ട് മാറി നിന്നേ. മറിക്കെ സാറേ, അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കൊണ്ടുപോവല്ലേ? വെൽക്കം റോക്കി. അവർ ഡോർസ് ആർ ഓൾവേസ് ഓപ്പൺ ഫോർ യു. ശരത്ത്, സർ. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. സർ. കാരണം ആളെ തപ്പി നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതെ സർ. സോ യു ആർ ദ കൾപ്രിറ്റ്. ഓക്കെ ദെൻ ഷൂട്ട്. അന്ന് രാത്രി ഇടിക്കുളി കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം തീരുമാനം എടുത്തു തന്നെയാണ് ഞാൻ അന്ന് അവിടെ പോയത്. ഒരു 10-10:30 മണിയോടെ ഞാൻ അവിടെ എത്തി. എൻ്റെ കയ്യിലെ പിസ്റ്റൾ യൂസ് ചെയ്ത് ഞാൻ അയാളെ ഷൂട്ട് ചെയ്തു. ഐ ആം ദ കൾപ്രിറ്റ്. ആ പേപ്പർ വർക്കിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കി വെക്കണം കേട്ടോ. അങ്ങനെ അതാ വരുന്നത്. പിടിച്ചോ. ഇങ്ങോട്ട് മാറി എവിടെ പോകുന്നു? എന്താ കാര്യം? എന്താ എന്തിനാ എന്റെ മോനെ പിടിച്ച് അകത്ത് നിങ്ങൾ വെച്ചിരിക്കുന്നത്? മോനെ പിടിച്ചു വെച്ച കാരണങ്ങളുണ്ട്. എന്ത് കാരണമായാലും എനിക്ക് അതൊക്കെ എന്റെ മോനെ പറയേണ്ടവർക്ക് കണ്ടേ പറഞ്ഞോളാം. പറ്റൂ. എനിക്ക് നിങ്ങൾ എന്റെ ഇവിടെ കിടന്ന് മോനെ വേളം വെക്കാൻ അങ്ങോട്ട് മാറി. അവരെ അങ്ങോട്ട് പിടിച്ചു മാറി അങ്ങോട്ട് അവരെ കയറ്റിവിട്. പോയിട്ടോ. വാ വാ വാ. ചെല്ല് കേറി ചെല്ല്. ഓ എന്താ അമ്മേ പ്രശ്നം? കാക്കിയിട്ടവരെ കണ്ട എനിക്ക് പേടിയാ സാറേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചു കൂവിയത്. അങ്ങനെ എല്ലാവരും പേടിക്കണ്ട. അതിലും മനുഷ്യ പറ്റുള്ളവരുണ്ട്. അല്ല, അതിപ്പോ സാറിനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സാറേ. അതുകൊണ്ട് സാറിന്റെ മോനെ വിട്ടു തരണം. അവൻ ശുദ്ധനാ സാറേ, ഒരലമ്പിനും പോവാത്തവനാ. ഒരു റിട്ടയർഡ് ഡിവൈഎസ്പിന്നെയാണ് അവൻ തട്ടിയിരിക്കുന്നത്. അതും ഒറ്റ വെടിക്ക്. പണ്ടവൻ പട്ടാളത്തിൽ വല്ല വരുന്ന. പട്ടാളത്തിലാ? എന്റെ പൊന്ന് സാറേ, അവനൊരു കാക്ക എറിയാൻ പോലും അറിയത്തില്ല. ഓ, ഡിഗ്രി കഴിഞ്ഞ് വല്ല വേലയ്ക്കും പോകാതെ അവൻ മൂന്നാറിൽ പോയി പഠിച്ചു വന്നതിന്റെ ഫലവും ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് ഉളത്താൻ പോയതാ. അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. എന്തോ? അല്ല, മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അയ്യോ എന്റെ പൊന്നു സാറെ, ക്ഷമിക്കണം. ഞാൻ എന്റെ ആവേശം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാ. അങ്ങനെ 2 വർഷം മൂന്നാറിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവന്റെ ബുദ്ധിക്ക് അത്ര സ്ഥിരതയില്ല. ഞാനാണെങ്കിൽ കണ്ടവന്റെ കക്കൂസ് കഴുകി എച്ചിപ്പാത്രവും കഴുകി ഉണ്ടാക്കിയ കാശാ സാറേ, ഒരു ഗുണവും ഇല്ലാതെ പോയത്. ഭർത്താവ് കളഞ്ഞിട്ട് പോയതാ. എല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക്. നിങ്ങളുടെ മോനും ഇടിക്കുളിയും തമ്മിൽ എന്താ പ്രശ്നം? അയ്യോ അതാ സാറേ അതിശയം. എന്റെ അറിവിൽ അവര് തമ്മിൽ പരിചയമോ ശത്രുതയോ ഒന്നുമില്ല. പിന്നെ എന്തിനാ ഈ ചെറുക്കൻ ഇങ്ങനെ ഇയാളെ കൊല്ലാൻ നടക്കുന്നതെന്നാ പിടികിട്ടാത്തത്? ചോദിച്ചാലോട്ട് പറയത്തുമില്ല. അവനെ ഡോക്ടർ വല്ലതും കാണിച്ചു? ഓ സാറ് ചോദിച്ചത് നന്നായി. ഞാനതൊക്കെ മറന്നിരിക്കുകയായിരുന്നു. സാറേ, ഇനിയെങ്കിലും എന്റെ മോനെ വിട്ടു തന്നൂടെ? നിങ്ങളുടെ മോനെ ഒന്നും ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ 2 ദിവസം ഞങ്ങൾക്ക് ഇവിടെ വേണം. ഒന്ന് വാച്ച് ചെയ്യാനാ. ഇവരൊന്ന് വീട്ടിൽ കൊണ്ടുവെക്കണേ. ചായ മേടിച്ചോളൂ. ഇല്ല, കയ്യിലുണ്ട്. സാറേ, ബൂസ്റ്റിട്ട് ഒരു ചായ വാങ്ങിച്ചു തരൂ. മേടിച്ചു. ചെല്ലേ. ഓ